നമസ്കാരം. എല്ലാവർക്കും PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കണ്ടീഷണൽ സെൻറ്റൻസസിൽ ഇഫ് ക്ലോസിൽ ടൈപ്പ് 2 ആണ് നമ്മൾ പോകുന്നത്. ടൈപ്പ് 1 കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ടൈപ്പ് 2 കണ്ടീഷണൽ സെൻറ്റൻസസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്പ് 1 പറഞ്ഞ എക്സാമ്പിൾസും പിന്നെ വേറെ കുറച്ച് എക്സാമ്പിൾസും കൂടെ ചേർത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ ടൈപ്പ് 2 കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇഫ് യു സ്റ്റഡീഡ് വെൽ. അപ്പോൾ ഈ ടൈപ്പ് 2 ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതുപോലെ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വെർബ് റൂട്ട് ഫോം. അതാണ് ടൈപ്പ് 2 വരുന്നത്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, മെയിൻ ക്ലോസിൽ വുഡ് ഓർ കുഡ് ഓർ മൈറ്റ് ഓർ ഷുഡ് പ്ലസ് വെർബ് റൂട്ട് ഫോം. അപ്പോൾ നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ ഡാഷ്. അപ്പോൾ ഇവിടെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് കാണുമ്പോൾ ഇത് ഇഫ് ക്ലോസിൽ ടൈപ്പ് 2 ആണെന്ന് മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് വൺ, ഇഫ് യു വർക്ക്ഡ് ഹാർഡ് ഡാഷ്. അപ്പോൾ ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, വർക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ വർക്ക്ഡ് അവിടെ വരുമ്പം തന്നെ മനസ്സിലാക്കാം ടൈപ്പ് 2 ആണ്. ഇനി തേർഡ് വൺ, ഇഫ് യു സ്ലെപ്റ്റ് ഏർലി ഡാഷ്. അപ്പോൾ നമുക്ക് ആ ബ്ലാങ്ക് ഇനി ഫില്ല് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ടൈപ്പ് 2 ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ നോക്കുക. ഇഫ് യു സ്ലെപ്റ്റ് ഏർലി, സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് സ്ലെപ്റ്റ്. ഇനി ഫോർത്ത് വൺ, ഡാഷ് കോമ ഐ വുഡ് അറ്റൻഡ് ദ പാർട്ടി. അപ്പോൾ മെയിൻ ക്ലോസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻ ക്ലോസിൽ ഐ വുഡ് അറ്റൻഡ് ദ പാർട്ടി. അപ്പോൾ അവിടെ വുഡ് വന്നിട്ടുണ്ട്. വുഡ് പ്ലസ് വെർബ് റൂട്ട് ഐ വുഡ് അറ്റൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും ടൈപ്പ് 2 ആണെന്ന് മനസ്സിലാക്കാം. ഇനി താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് നോക്കാം. ഇതിന് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ഫില്ല് ചെയ്യാം. You could get salary. Next one, you would get up early. Third one, you would pass. Fourth option, if they invite me. Fifth option, if they invited me. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏത് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ നോക്കാം. If you studied well, you would pass. If ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നതുകൊണ്ട് മെയിൻ ക്ലോസിൽ would. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. നമ്മൾ ടൈപ്പ് 1 ഇതെങ്ങനെയാണ് പഠിച്ചത്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. അവിടെ യു വില്ല് ഷാല് മേ ഏത് വേണമെങ്കിലും വരാം ടൈപ്പ് 1. അപ്പോൾ ടൈപ്പ് 2 വരുമ്പോൾ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് അല്ലെങ്കിൽ യു കുഡ് പാസ്. ഇങ്ങനെ ഏതാണോ ആപ്റ്റായിട്ട് വരുന്നത്, ഈ നാലിൽ ഏത് വേണമെങ്കിൽ അതാണ് ആപ്റ്റായിട്ട് വരുന്നത്, അതവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. Next one, if you worked hard, you could get salary. If you worked hard, you could get salary. അല്ലെങ്കിൽ you could get a high salary. ഇങ്ങനെയൊക്കെ പറയാം. നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നത് if you worked hard, you could get a high salary. Third one, if you slept early, you would get up early. ഇഫ് യു സ്ലെപ്റ്റ് ഏർലി യു വുഡ് ഗെറ്റ് അപ്പ് ഏർലി. അപ്പോൾ നോക്കുക, ഗെറ്റപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബും അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചതൊക്കെ ഇതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്ത് ഒന്ന് ഓർക്കാം. ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബ്. ഗെറ്റപ്പ് എന്ന് പറയുമ്പോൾ റൈസ് ഫ്രം ബെഡ്. അപ്പോൾ അതും ഓർക്കാം ഇതിൻ്റെ ഇടയ്ക്ക്. ഇനി ടൈപ്പ് 2 തന്നെ വരാം. ഇഫ് യു സ്ലെപ്റ്റ് ഏർലി യു വുഡ് ഗെറ്റ് അപ്പ് ഏർലി. ഇനി ഫോർത്ത് വൺ, ഐ വുഡ് അറ്റൻഡ് ദ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ വുഡ് വന്നു. അതുകൊണ്ട് ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വരണം. If they invited me, I would attend the party. If they invited me, I would attend the party. അവിടെ if they invite me എന്ന ഓപ്ഷൻ ഇവിടെ എടുക്കണ്ട. കാരണം if they invite me എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ടൈപ്പാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വരും. അപ്പോൾ I will attend the party എന്ന് മെയിൻ ക്ലോസിൽ പറയാൻ സാധിക്കുള്ളൂ. ടൈപ്പ് 2 ആയതുകൊണ്ട് if they invited me, I would attend the party. ഇനി അടുത്ത 5th 6th 7th ബ്രാക്കറ്റിൽ വേർബ്സ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇഫ് ഐ ഡാഷ് ബ്രാക്കറ്റ്സിൽ ഫീൽ ബെറ്റർ, ഐ ഡാഷ് ബ്രാക്കറ്റ്സിൽ ഗോ വിത്ത് ഹർ ഫോർ എ മൂവി. അപ്പോൾ ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഇഫ് ഐ ടൈപ്പ് 2 വരുമ്പോൾ ഫീലിൻ്റെ പാസ്റ്റ് ടെൻസ് ഫെൽറ്റ്. ഇഫ് ഐ ഫെൽറ്റ് ബെറ്റർ ഐ വുഡ് ഗോ വിത്ത് ഹർ ഫോർ എ മൂവി. ഇഫ് ഐ ഫെൽറ്റ് ബെറ്റർ I would go with her for a movie. If I felt better, I might go with her for a movie. അതും കറക്റ്റ് തന്നെയാണ്. കോമൺ ആയിട്ട് വുഡാണ് കാണുന്നത്, പക്ഷേ മറ്റതും
കറക്റ്റാണ്. ഇഫ് ഐ ഫെൽറ്റ് ബെറ്റർ ഐ വുഡ് ഗോ വിത്ത് ഹർ ഫോർ എ മൂവി. ഇതാണ് ടൈപ്പ് 2. ഇനി നെക്സ്റ്റ് വൺ, ഇഫ് ഉണ്ണി ഡാഷ് ബ്രാക്കറ്റിൽ അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി ഹി ഡാഷ് ബ്രാക്കറ്റിൽ ഗെറ്റ് എ ഗുഡ് സ്കോർ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഇഫ് ഉണ്ണി attended past tense. If Unni attended the class regularly, he would get a good score. If Unni attended the class regularly, he would get a good score. ഇല്ലെങ്കിൽ if Unni attended the class regularly, he could get a good score. അതും കുറച്ചും കൂടെ ആപ്റ്റായിട്ട് തോന്നിക്കും. If Unni attended the class regularly, he could get a good score. ഇനി നെക്സ്റ്റ് വൺ, ഇഫ് ഇറ്റ് ബ്രാക്കറ്റിൽ റെയിൻ ഷീ ഡാഷ് ബ്രാക്കറ്റിൽ ഗെറ്റ് വെറ്റ്. ഗെറ്റ് എന്നുള്ളത് ബ്രാക്കറ്റ്സിലാണ്. അപ്പോൾ ഇഫ് ഇറ്റ് റെയിൻഡ് ഷീ വുഡ് ഗെറ്റ് വെറ്റ്. ഇഫ് ഇറ്റ് റെയിൻഡ് എൻ്റെ പാസ്റ്റ് ടെൻസ് ഇഫ് ക്ലോസിൽ മെയിൻ ക്ലോസിൽ ഷീ വുഡ് ഗെറ്റ് വെറ്റ്. ഇല്ലെങ്കിൽ ഷീ മൈറ്റ് ഗെറ്റ് വെറ്റ്. അത് കൂടുതൽ ആപ്റ്റായിട്ട് നിൽക്കുന്നു. ഷീ മൈറ്റ് ഗെറ്റ് വെറ്റ്. അപ്പോൾ ടൈപ്പ് 2 സെൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റും മെയിൻ ക്ലോസിൽ വുഡ് ഓർ കുഡ് ഓർ ഷുഡ് ഓർ മൈറ്റ് പ്ലസ് വെർബ് റൂട്ട് ഫോം. അതാണ് ടൈപ്പ് 2 സെൻറ്റൻസസ് ഇഫ് ക്ലോസിൽ. ഇന്ന് പഠിച്ച സെൻറ്റൻസസ് നോക്കാം. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു കുഡ് ഗെറ്റ് സാലറി. ഇഫ് യു സ്ലെപ്റ്റ് ഏർലി you would get up early. If they invited me, I would attend the party. If I felt better, I would go with her for a movie. If Unni he would get a good score. ഇല്ലെങ്കിൽ if Unni attended the class regularly, he could get a good score. If it rained, she would get wet. ഇഫ് ഇറ്റ് റെയിൻഡ് ഷീ മൈറ്റ് ഗെറ്റ് വെറ്റ്. അപ്പോൾ ഇതുപോലുള്ള സെൻറ്റൻസസ് ആണ് ടൈപ്പ് 2 സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 2 സെൻറ്റൻസസ് ഇത് ടൈപ്പ് 2 പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ടൈപ്പ് 1ഉം അതിൻ്റെ കമ്പാരിസൺ ചെയ്ത് ഓർത്ത് വെച്ച് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ടൈപ്പ് 1ൽ സിമ്പിൾ പ്രസൻറ്റും വിൽ ഓർ ഷാൽ ഓർ ക്യാൻ ഓർ മേ പ്ലസ് വെർബ് റൂട്ട് ഫോമാണ്. ടൈപ്പ് 2 വരുമ്പോഴത്തേക്കും ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസും മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് വെർബ് റൂട്ട് ഫോം. ഇതാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം. അപ്പം നമ്മളിപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം പഠിച്ചു. ഇനി ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ ടൈപ്പ് 3യും കൂടി പഠിക്കാം. അപ്പം കണ്ടീഷണൽ സെൻറ്റൻസസ് ഫെമിലിയർ ആകും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.